എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2026 സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീം റാങ്ക് ലിസ്റ്റിന് വേണ്ടി കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ തന്നെ റാങ്ക് ലിസ്റ്റ് വരാൻ തന്നെയാണ് സാധ്യത. അതേസമയം റാങ്ക് ലിസ്റ്റിന് പിന്നാലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സുകൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ചേരുവാൻ പോകുമ്പോൾ വളരെ പ്രധാനമായും കുറേ രേഖകൾ അത്യാവശ്യമായി വരും. ആ ഡോക്യുമെന്റ്സ് ഏതൊക്കെ ആണെന്നാണ് ഇനി പറയുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് SSLC +2 ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിന്റെ ഒറിജിനൽ തന്നെ വേണ്ടിവരും. ഇതുകൂടാതെ നിങ്ങൾ അവസാനം പഠിച്ച സ്കൂളിൽ നിന്ന് TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും വേണം. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് PDF ഫോർമാറ്റിൽ അറിയണമെങ്കിൽ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ അവസരം നൽകുന്നുണ്ട്. ബോട്ടിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും പരമാവധി ഇങ്ങനെയൊരു അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തെന്നാൽ അലോട്ട്മെന്റ് മെമ്മോ. അത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിനു ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതോർത്ത് ആരും ആകുലപ്പെടേണ്ടതില്ല. ഇത് കൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് അപ്ലോഡ് ചെയ്ത എല്ലാ രേഖകൾ, അതായത് നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ് തെളിയിക്കുന്ന എല്ലാ രേഖകളും അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്മിഷൻ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതായി നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുവാനും ശ്രമിക്കുക. നന്ദി.